ദൈവത്തിൻ്റെ അതിപരിശുദ്ധിയുള്ള നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ ആരാധിപ്പാൻ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കേൾപ്പാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, അവൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ മതിയായതാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് ഈ ആഴ്ച നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ മാസം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യെശയ്യാ പ്രവചനം 34 മുതൽ 66 വരെയുള്ള അധ്യായങ്ങളാണ്. ഈ ഭാഗങ്ങൾ നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ പതിവായി വായിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വളരെ അനുഗ്രഹമായിരിക്കും. ഫേസിറ്റി ചർച്ചിലെ എല്ലാ ശുശ്രൂഷകൾക്കും ഈ വേദഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്ക് പരിഹാരത്തിനും മതിയായതായിരിക്കും. പ്രൈസ് ഗോഡ്. കൂടാതെ കഴിഞ്ഞ ആഴ്ച ഇവിടെ പേര് തന്ന എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് തരുമെന്ന് പ്രസ്താവിച്ചിരുന്നു. നിങ്ങളുടെ പേര് പറഞ്ഞ് കൗണ്ടറിൽ നിന്ന് വാങ്ങാവുന്നതാണ്. എന്നാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച പേര് കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള വല്ലവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടറിൽ ചെന്ന് നിങ്ങളുടെ പേര് ഈ ആഴ്ച കൊടുക്കാം. നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾക്കും തരുന്നതാണ്. ഞങ്ങളുടെ ഫേസിറ്റിയുടെ ഒരു കലണ്ടറാണ്. ആ കലണ്ടറിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ആവശ്യമുള്ള ദൈവികമായ ഒരു വാക്യം ഉണ്ടായിരിക്കും. ആ വാക്യം നിങ്ങൾക്ക് വായിക്കാനും ഓർത്തിരിക്കാനും അനുഗ്രഹം പ്രാപിക്കാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് യെശയ്യാ പ്രവചനം 41 അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാ പ്രവചനം 41 അധ്യായം 13 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. യെശയ്യാ പ്രവചനം 41 അധ്യായം 13 വാക്യം. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചു നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവിയും ഏറ്റവും വലിയ ഭാഗ്യവുമാണ് ഈ സർവ്വ ചരാചരങ്ങളെയും സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം എന്നെ സഹായിക്കാം എന്ന വാഗ്ദത്തം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ദൈവം സഹായിക്കുകയാണെങ്കിൽ ശരിയാകും. പ്രൈസ് ഗോഡ്. അല്ല, ദൈവം സഹായിച്ചാൽ ശരിയായിരിക്കും. പ്രൈസ് ഗോഡ്. ഇന്ന് പ്രശ്നം എന്നറിയാമോ? ദൈവം എന്നെ സഹായിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയമാണ്. ദൈവം സഹായിക്കുമോ? പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് ദൈവം നിന്നെ സഹായിക്കത്തില്ല എന്ന് നമ്മളോട് പറയും. ദൈവം നിന്നെ സഹായിക്കുകയില്ല. എന്തുകൊണ്ട് സഹായിക്കുകയില്ല എന്ന് നമ്മൾ ചോദിക്കാൻ പോകത്തില്ല. പക്ഷേ നമ്മൾ തന്നെ ഉത്തരം കണ്ടുപിടിക്കും. എന്തുകൊണ്ട് ദൈവം എന്നെ സഹായിക്കത്തില്ല? ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ആരോടെങ്കിലും ദൈവം നിന്നെ സഹായിക്കുമോ? സഹായിക്കും. ശരിക്കും പറഞ്ഞ് സഹായിക്കുമോ? പറഞ്ഞ് സഹായിക്കും. അത് പുറകോട്ടൊന്ന് ഓർത്ത് നോക്കിയേ. സഹായിക്കുമോ? നിന്റെ കയ്യിലിരിപ്പ് കണ്ടാൽ സഹായിക്കുമോ? നീ ഇന്നലെ ചെയ്തത് സഹായിക്കുമോ? മിനിയാന്ന് സഹായിക്കുമോ? കഴിഞ്ഞ ആഴ്ച ചെയ്തതൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. ദൈവം സഹായിക്കും. നിന്നെയൊക്കെ ദൈവം സഹായിക്കുമോ? പ്രൈസ് ഗോഡ്. ഇപ്പം തന്നെ സംശയിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാണ് പിശാചിൻ്റെ ആടവ്. എന്നാൽ ഇന്ന് രാത്രി ദൈവം എന്നെ സഹായിക്കുമെന്ന് നല്ല നിശ്ചയമുള്ള കാര്യം എടുത്തൊരു സ്തോത്രം ചെയ്താട്ടെ. ഓക്കെ. ദൈവം സഹായിക്കാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം സഹായിക്കുന്നവൻ്റെ പദവികൾ എന്തൊക്കെയാണ്? ദൈവം എങ്ങനെയാണ് സഹായിക്കുന്നത്? ദൈവം അങ്ങനെ സഹായിച്ചാൽ അതിൻ്റെ പരിണിത ഫലം എന്തായിരിക്കും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒടുവിൽ ദൈവം സഹായിക്കുന്നൊരു വ്യക്തിയെ കൊണ്ട് എന്ത് നടക്കും? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നേരമുണ്ടെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷനും കൂടെ വേദപുസ്തകത്തിൽ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവം സഹായിക്കും എന്ന് പറയുന്നവൻ്റെ പദവികൾ അറിയണമെങ്കിൽ 41 അധ്യായം ബേസ് ചെയ്താണ് ഇന്ന് രാത്രി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 41 അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെയുള്ള 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്തോത്രം, അതിനകത്ത് 8ഉം 9ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം സഹായിക്കുന്ന ഒരുവന്, ദൈവത്തിൻ്റെ സ്തോത്രം, 3 വിധത്തിലുള്ള പദവികളുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ഗോഡ്.
നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ. പ്രൈസ് ഗോഡ്. 3 സ്റ്റാറ്റസ് ആണ് ഇവിടെ ദൈവത്തിന്റെ സ്തോത്രം ദൈവം സഹായിക്കുന്ന ഒരുവൻ ഉണ്ടാകേണ്ടത്. 1, എൻ്റെ ദാസനായ ഇസ്രായേലേ. 2, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ. 3, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതിൽ ദാസനാകാൻ ചിലപ്പോൾ സാധിച്ചെന്നിരിക്കും. കാരണം ദാസൻ എന്ന് പറഞ്ഞാൽ സെർവൻറ്റ്. ഒരു സെർവൻ്റ് ആകാൻ ചിലപ്പോൾ സാധിച്ചെന്നിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാകാനും ഒരു പക്ഷേ സാധിച്ചെന്നിരിക്കും. പ്രൈസ് ഗോഡ്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് കൊണ്ട്, പ്രകടനങ്ങൾ കൊണ്ട് മറ്റുള്ളവർ നമ്മെ തിരഞ്ഞെടുക്കത്തക്കവണ്ണം ഒരു യോഗ്യതയുള്ള വ്യക്തിയാണെന്നുള്ളൊരു ഇംപ്രഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടാൻ സാധിക്കും, ഒരു ദാസനാകാനും സാധിക്കും. പ്രൈസ് ഗോഡ്. ഉദാഹരണം പറഞ്ഞാൽ ഒരുവന് ഗവൺമെൻറ് സെർവൻ്റ് ആകാൻ പരീക്ഷ എഴുതി ഒരുവന് നല്ല മാർക്കൊക്കെ മേടിച്ച് ഇൻ്റർവ്യൂവിനൊക്കെ അപ്ലൈ ചെയ്യുന്ന ഹി ക്യാൻ ബിക്കം എ ഗവൺമെൻറ് സെർവൻറ്റ്. പ്രൈസ് ഗോഡ്. എല്ലാ ഓഫീസറും ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എല്ലാ ഓഫീസേഴ്സിനെയും കൂടെ ചേർത്ത് 4 ക്ലാസ്സിനെയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ഗവൺമെൻറ് സെർവൻറ്റ്. പ്രൈസ് ഗോഡ്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവനാകാനായിട്ട് ഇലക്ഷൻ നിന്നാൽ മതി. ഇലക്ഷൻ നിൽക്കുമ്പം ഇച്ചിരി വാഗ്ധോരണിയും ബാക്കിയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യോഗ്യതയില്ലെങ്കിലും ജയിച്ചു പോകാം. പ്രൈസ് ഗോഡ്. പക്ഷേ സന്തതിയാകാൻ ഈ വക വിദ്യ ഒന്നും നടക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. 1ാമത്തെ ക്വാളിറ്റി ദാസൻ, 2ാമത്തെ ക്വാളിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടവൻ, 3ാമത്തേത് എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ 3 പദവിയിലും എത്തുന്നവർക്കാണ് ദൈവത്തിൻ്റെ വലങ്കൈ പിടിച്ച് സഹായിക്കുന്ന അനുഭവത്തിലേക്ക് ദൈവത്തിന് സ്തോത്രം ദൈവം എത്തിക്കുന്നതെന്ന് ഈ ഭാഗം മുഴുവനും പഠിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. അപ്പം ഒന്നുകിൽ ദൈവത്തിൻ്റെ ദാസൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സെർവൻ്റ്, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതി എന്നല്ല ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ. പ്രൈസ് ഗോഡ്. ദൈവം ഒരുവനെ തിരഞ്ഞെടുത്താൽ ഈ 3 ക്വാളിഫിക്കേഷനിൽ നമുക്ക് ദൈവത്തിൻ്റെ സ്തോത്രം എത്തിയെങ്കിൽ മാത്രമേ ദൈവം തിരഞ്ഞെടുക്കത്തുള്ളൂ. അപ്പം അബ്രഹാമിൻ്റെ സന്തതി ആകുവാനായിട്ട് പുതിയ നിയമത്തിൽ തന്നിരിക്കുന്ന വ്യവസ്ഥയാണ് വിശ്വാസത്താൽ ദൈവമക്കളായി തീരുന്ന അനുഭവം. പ്രൈസ് ഗോഡ്. വിശ്വാസികളുടെ പിതാവെന്ന് പറയുന്ന അബ്രഹാം, ആ അബ്രഹാമിൻ്റെ സന്തതി വിശ്വസിക്കുന്നവന് അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള ആ പരമ്പരയിൽ പെടുവാനുള്ള അനുഭവം ഭാഗ്യം ദൈവം കൊടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. പ്രൈസ് ഗോഡ്. എന്നിട്ട് ഈ 3 പദവിയിൽ നിന്ന് 9ാം വാക്യം, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടവൻ, അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ച് ചേർക്കപ്പെട്ടവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ വിളിച്ചു ചേർക്കപ്പെട്ട ഒരു വ്യക്തി, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി, ദാസനായ വ്യക്തി, അബ്രഹാമിൻ്റെ സന്തതിയായ വ്യക്തി, ഈ 4 ഗുണങ്ങൾ കൂടെ ചേർന്ന് പോകുമ്പോൾ ദൈവത്തെ സ്തോത്രം ദൈവം വലങ്കൈ പിടിക്കുന്നവൻ്റെ പദവിയായി. ഇനി ഈ ദൈവം ഒരുവനെ വലങ്കൈക്ക് പിടിച്ച് അവനെ ആ ദൈവികമായ ഒരു പദവിയിൽ എത്തിച്ച് എങ്ങനെ സഹായിക്കുമെന്ന് 10ാം വാക്യത്തിൽ നമ്മൾ വായിച്ചാൽ ദൈവം സഹായിക്കുന്ന വിധങ്ങൾ നമുക്കൊന്ന് കാണാം. വായിച്ചിട്ട് 10ാം വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രൈസ് ഗോഡ്. 7 വിധത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക പദവിയിലുള്ളവരെ ദൈവം സഹായിക്കും. 1, ആദ്യം ദൈവം ചെയ്യുന്നത് ഭയം എടുത്തു മാറ്റും. ഞാൻ കഴിഞ്ഞ ആഴ്ച വളരെ വിശദമായിട്ട് ഈ കാര്യം ഞാൻ പറഞ്ഞതാണ്. ഭയം എടുത്തു മാറ്റും. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച ഇവിടെ അറ്റൻഡ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ദൈവവചനം കേട്ടപ്പോൾ എൻ്റെ ഉള്ളത്തിൽ ചില പ്രത്യേക വിഷയങ്ങളെക്കുറിച്ചുള്ള ഭയം നീങ്ങിപ്പോകുവാനിടയായി എന്ന അനുഭവമുണ്ടെങ്കിൽ കരമുയർത്തിയൊരു സ്തോത്രം പറയാം. പ്രൈസ് ഗോഡ്.
ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ബാക്കിയുള്ളവരുടെയും എന്തെങ്കിലും ഭയമുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നിൻ്റെ മേൽ വരുമ്പോൾ, ദൈവം നിന്നെ കണ്ടു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ മകനായി മകളായി തീർന്നു കഴിയുമ്പോൾ ആദ്യം ദൈവം ചെയ്യുന്ന പരിപാടി നിൻ്റെ ഭയത്തെ എടുത്ത് മാറ്റും. പ്രൈസ് ഗോഡ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഭയം എന്ന് ചോദിച്ചാൽ അത് മരണഭയമാണ്. പ്രൈസ് ഗോഡ്. മരണഭയം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും വെച്ച് പറഞ്ഞിട്ടുണ്ട്. മരണഭയം എന്ന് പറയുന്നത് എല്ലാം അവസാനിക്കുമെന്ന തോന്നലാണ്. ജീവിതം അവസാനിക്കുന്നത് മരണം. അതുപോലെ തന്നെ ഒരു ബിസിനസ് അവസാനിക്കുക, ഒരു ജോലി അവസാനിക്കുക, പഠിത്തം അവസാനിക്കുക, സന്തോഷം അവസാനിക്കുക, സമാധാനം അവസാനിക്കുക, ദൈവത്തെ സ്തോത്രം, ആരോഗ്യത്തിന് അവസാനിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഇതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന അനുഭവം. ദൈവത്തെ സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവമക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം ദൈവത്തിനെ കൈകാര്യം ചെയ്യാനുള്ളത് നിന്റെ ആകുല ചിന്തയാണ്, നിന്റെ ഭയമാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ അവസാനിക്കുമെന്ന് ശത്രു പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇതിവിടെ അവസാനിക്കത്തില്ല, ഇതിവിടെ തുടങ്ങാൻ പോകുകയാണ്. ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ ദൈവം അവരുടെ ഭയം മാറ്റിലായിരുന്നു. പ്രൈസ് ഗോഡ്. ചെങ്കടലിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് അവർ മോശയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങൾ നീ ഇവിടെ കൊണ്ടുവന്നത്? ഞങ്ങൾ അവിടെ വെച്ച് മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഫറവോൻ ഞങ്ങളെ പിടിച്ചുകൊണ്ട് വീണ്ടും പഴയ പരിപാടിയിലേക്ക്, പഴയ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും. ഞങ്ങൾ ഇവിടെ ചത്തു വീണെങ്കിൽ കൊള്ളാമായിരുന്നു. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധി അനുസരിച്ച്, അവരുടെ കഴിവനുസരിച്ച് അവർ ചിന്തിച്ചത് ഇപ്രകാരമാണ്, ഈ ചെങ്കടലിന്റെ തീരത്ത് ഞങ്ങൾ ചത്ത് അടിഞ്ഞ് ഇല്ലാതെയാകും. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, നാളെ നിങ്ങളുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണും. പ്രൈസ് ഗോഡ്. മാത്രമല്ല, നിങ്ങൾ ഇന്ന് കണ്ട മിസ്രൈമിനെ പാട്ടിൽ കേട്ടതുപോലെ ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഒരൊറ്റ വിഷയത്തിൽ ദൈവം കേന്ദ്രീകരിച്ച വിഷയം എന്തറിയാമോ? ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഒരു നാളും കാണുകയില്ല. ഇസ്രായേൽ മക്കളുടെ മുഴുവൻ ഭയത്തിൻ്റെ അടിസ്ഥാനം ഫറവോനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഫറവോനാണ് ഇസ്രായേൽ മക്കളുടെ അടിസ്ഥാന വിഷയമെങ്കിൽ ദൈവം പറഞ്ഞു, ഇന്ന് കണ്ട മിസ്രൈമിനെ ഞാൻ ഇനി ഒരു നാളും കാണുകയില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം ഇടപെടുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ഏറ്റവും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നോട് അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന, നീ തല ഉയർത്തി നോക്കുമ്പോൾ നീ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് വിഷയമാണോ ആ വിഷയത്തിലാണ് ദൈവം ഇടപെടുന്നത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ഭാരപ്പെടുന്ന വിഷയം ഏതാണോ അത് ദൈവം ഇടപെടുകയാണ്. നീ ദൂരെ നോക്കുമ്പോൾ നിന്നോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഏതാണോ അത് ഇടപെടുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ ഏജ ഹോളിൽ വന്ന പല ആളുകളുടെ അനുഭവങ്ങൾ, കേട്ട അനുഭവത്തിൽ ഞാൻ പറയട്ടെ. അനേക വ്യക്തികളുടെ ചിലരുടെ വന്നിരിക്കുന്നത് അവരോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ജപ്തി മുന്നിൽ കണ്ടുകൊണ്ടാണ്. വേറെ ചിലർ വന്നിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ പ്രൈസ് ഗോഡ് അവരെ സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തോൽവി മുന്നിൽ കണ്ടുകൊണ്ടാണ്. ദൈവത്തെ സ്തോത്രം. മറ്റു ചിലർ വന്നിരിക്കുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ അന്ന് പലരും ഇവിടെ വന്നിട്ടുള്ളത് അവരോട് അടുത്തുകൊണ്ടിരിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങൾ അവരെ വിഴുങ്ങിക്കളയും എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ അനേക ജപ്തി നോട്ടീസുമായി വന്നിട്ടുള്ളവർ ഈ ഹാളിൽ നിന്ന് മടങ്ങിപ്പോയത് ആ സമാധാനം പ്രാപിച്ചു മാത്രമല്ല, അതിന്റെ മറുപടിയും കണ്ടുകൊണ്ടാണ്. അങ്ങനെ ഇന്ന് രാത്രി നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് നിന്നോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന വിഷയം ഏതാണെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം എനിക്കറിയാം, ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്റെ നേരെ പൊടിപടലം ഉതിർത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്ന ഫറവോന്റെ നേരെ നോക്കിക്കൊണ്ട് അവൻ മോശയ്ക്ക് പറയാൻ കഴിഞ്ഞു, ഇന്ന് കണ്ട മിസ്രയീമിന്, നീ ഇപ്പോൾ കാണുന്ന ഈ മിസ്രയീമിന്, നിന്നോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ മിസ്രയീമിന് ഇനി ഒരു നാളും കാണുകയില്ല. ഇന്ന് രാത്രി നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെ, നിന്നോട് അടുത്തുകൊണ്ടിരിക്കുന്ന വിഷയത്തെ നോക്കിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കുന്നു, ഈ വിഷയം നിന്നെ ഇനി അലട്ടാതെ വണ്ണം ഇന്ന് വിട്ടുമാറുന്ന ഒരു അനുഭവം നിനക്ക് ലഭിക്കാൻ ദൈവകൃപ വ്യാപരിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി
കർത്താവേ, ഭീതിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന, ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന, വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന, പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന, അടുത്തു വന്ന് വീണ്ടും അടിമപ്പാടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില വിഷയങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവാത്മാവ് സംസാരിക്കുന്നു. നീ കഴിഞ്ഞ കാലങ്ങളിൽ സെറ്റിൽ ചെയ്ത വിഷയമാണ്, കഴിഞ്ഞ കാലങ്ങളിൽ പ്രൈസ് കോഡ് ശരിയാക്കിയ വിഷയമാണ്. പക്ഷെ ഓർക്കപ്പുറത്ത് പിന്നെയും പൊന്തി വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആളുകൾ വ്യക്തമായി സംസാരിക്കുന്നത്, ആ പൊങ്ങി വന്ന വിഷയത്തെ ഇടിച്ചു താഴ്ത്തുവാൻ യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്, അവന്റെ വചനത്തിന് ശക്തിയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ നീ സെറ്റിൽ ചെയ്ത വിഷയമാണെങ്കിൽ ഇനി അത് പൊങ്ങാതെ വണ്ണം, അത് വീണ്ടും ഉയരാതെ വണ്ണം, അത് വീണ്ടും നിന്നെ പിന്തുടരാതെ വണ്ണം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരുവനുണ്ടെന്ന് രാത്രി വിശ്വസിച്ച് ആരാധിക്കുക. The power of Jesus, the power of the word of God, the power of Holy Spirit manifest tonight. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഈ വിഷയത്തിൽ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഇതൊരു അക്കൗണ്ട് ഏതാണെന്ന് എനിക്കറിയത്തില്ല, ഏത് വിഷയമാണെന്ന് എനിക്കറിയത്തില്ല. ഒരിക്കൽ സെറ്റിൽ ചെയ്തതാണ്, എന്നിട്ടും അത് പിന്നെയും പൊങ്ങി വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ലോർഡ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ വിഷയത്തെ ഞാൻ ശാസിക്കുന്നു. അടങ്ങ് അടങ്ങ് അടങ്ങ്, യേശുവിന്റെ നാമത്തിൽ അത് അടങ്ങട്ടെ. ഇന്ന് രാത്രി ശക്തിയോടെ ആരാധിക്ക്. ഇനി അത് പൊങ്ങി വരരുത്, ഇനി അത് പൊങ്ങി വരരുത്. ഇനി ആ വിഷയം നിന്നെ പിൻപറ്റരുത്, ആ വിഷയം നിന്നെ പിന്തുടരരുത്, ആ വിഷയം നിന്നെ ഭീഷണിപ്പെടുത്തരുത്, ആ വിഷയം നിന്നെ ചലഞ്ച് ചെയ്യരുത്. മാത്രമല്ല ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാൾ കാണുകയിൽ നിന്ന് മോശ പറഞ്ഞു. വായിക്കുന്നതാണ്, പിറ്റേന്നാൾ ഇസ്രായേൽ മക്കൾ ഒരു കാഴ്ച കണ്ടു. പ്രൈസ് ഗോഡ്. 14 പുറപ്പെടില്ല, ബാക്കി മാത്രം പിറ്റേന്നാൾ കടൽ തീരത്ത് ചെങ്കടലിന്റെ വലത്തുവശത്ത് തന്നെ. പുറപ്പാട് 14 30 ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേല്യരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രൈമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേല്യർ കാണുകയും ചെയ്തു. ഇങ്ങനെ ആ ദിവസം ഇസ്രായേലിനെ യഹോവ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അതൊരു വെറും രക്ഷയായിരുന്നില്ല, പ്രൂഫ് താണ്ട കിടക്കുന്നു. എവിടെ കിടക്കുന്നു? കടൽ തീരത്ത് ചത്തടിഞ്ഞു കിടക്കുകയാണ്. ദൈവാത്മാ വ്യക്തമായി സംസാരിക്കുന്നു. നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ ഇതുപോലെ നിർവീര്യമാകുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ശക്തിയോടെ കൽപ്പിക്കുന്നു. ആമേൻ. വിഷമിക്കല്ലേ, വിഷമിക്കല്ലേ, ഭാരപ്പെടല്ലേ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാത്രി ഇതിൽ വെളിപ്പെടുമ്പോൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്, നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ്. പിറ്റേന്നാൾ ഹല്ലേലൂയ ഇവന്റെ നേരെ വളരെ ശക്തിയോടെ കടന്നു വന്ന വിശേഷപ്പെട്ട 600 രഥങ്ങളെ കെട്ടിയിരുന്ന കുതിര, അവന്റെ രഥങ്ങൾ, അവന്റെ പടജനങ്ങൾ എവിടെ കിടക്കുന്നു? ഇസ്രായേലേ, നിനക്ക് കണ്ണുകൊണ്ട് നോക്കി കാണാം. അവൻ ചെങ്കടലിന്റെ മറുകരയിൽ ചത്തടിഞ്ഞു കിടക്കുകയാണ്. ഇന്ന് രാത്രി നിന്നെ അക്കരെ കടത്തുക മാത്രമല്ല ദൈവത്തിന്റെ പരിപാടി, നിന്നെ കൊണ്ട് ഹല്ലേലൂയ ജയത്തിന്റെ പാട്ടുകൾ പാടിക്കുക മാത്രമല്ല ദൈവത്തിന്റെ പരിപാടി, നിന്നെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ശത്രുവിനെ എന്നേക്കുമായി കൈകാര്യം ചെയ്യുന്നതും കൂടെ ദൈവത്തിന്റെ പരിപാടിയിലുണ്ട്. മനസ്സിലാക്കി സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് സ്തോത്രം. ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വ്യക്തിയെ ദൈവം സഹായിക്കുമ്പോൾ ആദ്യം കൈകാര്യം ചെയ്യുന്നത് അവൻ്റെ ഭയത്തെ മാറ്റുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. മെഡിക്കൽ എക്സ്പേർട്സ് എടുത്ത സർവേയിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പല രോഗികളും ടെർമിനൽ ഡിസീസ് വന്ന, ക്യാൻസർ പോലുള്ള ഡിസീസ് വന്ന പല രോഗികളും ചാകുന്നത് ആ രോഗം കൊണ്ടല്ല, ആ രോഗത്തെക്കുറിച്ചുള്ള ഭയം കൊണ്ടാണ്. രോഗത്തെക്കുറിച്ചുള്ള ഭയം അകത്തോട്ട് കയറി കഴിയുമ്പോൾ റെസിസ്റ്റൻസ് കംപ്ലീറ്റ് പോകും. പിന്നെ അവൻ അങ്ങ് ഒന്നിനും കൊള്ളരുതാത്തവനാകും. ഇന്ന് രാത്രി എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഭയം അകത്ത് നിന്ന് പോയാൽ നിനക്ക് നിന്ന് പിഴയ്ക്കാം. ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഏത് വിഷയത്തെക്കുറിച്ചായാലും ഇന്ന് രാത്രി എൻ്റെ ഭയം ഉള്ളിൽ നിന്ന് പോകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കരം ഉയർത്തിയാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗത്തിലെ ദൈവമേ, സകല ഭയങ്ങളെയും നീക്കുന്ന ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ എൻ്റെ സകല ഭയങ്ങൾ തന്നെ വിടുവിച്ചു എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി സകല ഭയങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുവോ. The name of Lord Jesus.
ഒന്നാമത് ചെയ്യുന്ന പരിപാടി ഭയത്തിൽ നിന്ന് വിടുവിച്ചു. ഭയത്തിൻ്റെ അടിസ്ഥാനം എന്താകുമെന്ന് അറിയത്തില്ല, ഇത് എങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല, ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? എവിടെ ചെന്ന് അവസാനിക്കും? ഇത് ചെങ്കടലിൻ്റെ കരയിൽ ചെന്ന് അവസാനിക്കും. എങ്ങനെ അവസാനിക്കും? പറ, എങ്ങനെ അവസാനിക്കും? ചത്തടിഞ്ഞ് അവസാനിക്കും. ആര്? നിന്നെ പിന്തുടരുന്ന ശത്രു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്നെ പിന്തുടരുന്ന ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്ക്. ദൈവം നിന്നെ സഹായിക്കും. അപ്പോൾ ആദ്യം ചെയ്യുന്ന പരിപാടി ഭയപ്പെടേണ്ട. രണ്ടാമത് ചെയ്യുന്ന പരിപാടി എന്നറിയാമോ? ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾക്ക് ഈ ചെങ്കടലിൽ കൂടെ കടന്നു പോകുമ്പോൾ അവരുടെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. 22 വാക്യം, 13-22, 21-22, 13-21-22. പുറപ്പാട് 13-21-22. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം, അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസ്തംഭത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. അടുത്ത വാക്യം, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയതുമില്ല. ദൈവിക നടത്തിപ്പ് കണ്ടറിയാൻ പറ്റും. ദൈവത്തിന്റെ നടത്തിപ്പ് കണ്ടറിയാൻ പറ്റും. എങ്ങനെ കണ്ടറിയാൻ പറ്റും? നിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഓരോ കാര്യങ്ങൾ അങ്ങ് ഓർഡറിൽ അങ്ങ് ക്രമീകരിക്കപ്പെട്ട് വരുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ഇന്ന് രാത്രി ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ മുമ്പിൽ വരുന്ന ഓരോ സംഭവങ്ങളും നിന്റെ വിഷയത്തിന് പരിഹാരം വരുത്തത്തക്കവണ്ണം ദൈവം കരുനീക്കിക്കൊണ്ട് മുമ്പോട്ട് വയ്ക്കുന്ന ഓരോ കോയിനാണെന്ന് മനസ്സിലാക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദിവസങ്ങൾ മുന്നിലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നിന്റെ കണ്ണുകൊണ്ട് നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം അവൻ ദൈവത്തിന്റെ പ്രവൃത്തി മുന്നിലുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ദൈവ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കത്തക്കവണ്ണം ദൈവകൃപ വെളിപ്പെട്ട് കിട്ടിയാൽ, ഹല്ലേലൂയ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. നിങ്ങൾക്കറിയാമോ? പ്രൈസ് ഗോഡ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യവും സമ്പാദ്യവും എന്നാണെന്നറിയാമോ? എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അത് എപ്പോഴാണ് പോകുന്നതെന്നറിയാമോ? പാപം ചെയ്യുമ്പം. തീർത്തു പറയാം, നിന്റെ ജീവിതത്തിൽ നീ പാപം ചെയ്ത് കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നത് ദൈവ സാന്നിധ്യമുണ്ടെന്നുള്ള ഉറപ്പാണ്. ദൈവം നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന പേര് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പുതിയ നിയമ വിശ്വാസിയെ, യേശു നിന്റെ കൂടെ രാപ്പകലില്ലാതെ നടക്കത്തക്കവണ്ണുള്ളൊരു പദവിയിലാണ് നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. പക്ഷെ ആ പദവി നിനക്ക് നഷ്ടപ്പെടുന്നത് എപ്പോഴെന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. നീ പോകുന്ന വഴി ശരിയല്ലെങ്കിൽ, നീ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയല്ലെങ്കിൽ, നിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ശരിയല്ലെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിനക്ക് വിലക്കിയിരിക്കുന്ന കാര്യങ്ങൾക്കൊന്ന് കടന്നു പോകുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം നിന്നെ വിട്ടു മാറും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുവിന്റെ സാന്നിധ്യം വിട്ടു മാറിയാൽ അതോടെ നിന്റെ കോൺഫിഡൻസ് തീരും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് വരുന്നത് ഒരു വിശുദ്ധ ജീവിതവും ഒരു വേർപെട്ട ജീവിതവും ഒരു കൃപയുടെ ജീവിതവും നയിക്കുന്നവർക്ക് ഒരു ഉറപ്പുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ഉറപ്പാണ് ഇയ്യോബിനെ പിടിച്ചു നിർത്തിയത്. അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, അവൻ്റെ തലമുറ നഷ്ടപ്പെട്ടു, അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. സ്വന്തം ഭാര്യ പോലും അവനോട് പറഞ്ഞു, ഇനി നീ ഇങ്ങനെ നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? നിന്റെ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്നേരം ഇയ്യോബിന് പറയാനുള്ള ഒരു കാര്യം എന്താണ്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും ചെയ്യും. ഈ പൊടിമേൽ അവൻ വരും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. ആ ഒരു ഉറപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചോണം. ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് തന്നെ. പ്രൈസ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം ഒറ്റയൊരു വാക്യം മാത്രമേ വായിക്കുന്നുള്ളൂ ആ ഭാഗത്തു നിന്ന്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ
തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ദൈവം ഇറങ്ങി വന്നപ്പോൾ ദൈവത്തിന്റെ സ്ഥലത്ത് ഓടി മാറി ഒളിച്ചു. കാരണം എന്നറിയാമോ? ദൈവസന്നിധിയിൽ നിൽക്കാൻ പറ്റാതെ വണ്ണം പാപം അവരുടെ ജീവിതത്തിൽ കടന്നു. ഇന്ന് രാത്രി ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്ന് പാപം കയറുന്നുവോ അന്ന് ദൈവസന്നിധിയിൽ നീ ഓടി ഒളിക്കും. ദൈവസന്നിധിന് മുമ്പിൽ നിൽക്കാൻ നിനക്ക് സാധ്യമല്ല. ദൈവം നിന്നെ സഹായിക്കാൻ ഇറങ്ങി വന്നാലും, നിന്നോട് സഹവസിക്കാൻ ഇറങ്ങി വന്നാലും, നിന്നോട് സംഭാഷിക്കാൻ ഇറങ്ങി വന്നാലും, നീയുമായ ഒരു ഫെലോഷിപ്പിന് കൂട്ടായ്മയ്ക്ക് ഇറങ്ങി വന്നാലും, ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവസന്നിധിയിൽ നിൽക്കാൻ നിനക്കുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെടും. പ്രൈസ് ഗോഡ്. കുഞ്ഞുങ്ങളായിരുന്നപ്പം ദൈവത്തിന് സ്തോത്രം പല അനുഭവങ്ങൾ ഉണ്ടായി കാണും അല്ലേ? പ്രൈസ് ഗോഡ്. രാത്രി വൈകിട്ട് അപ്പൻ വരാൻ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ചില ദിവസം അപ്പം വരുന്നതിന് നേരത്തെ കയറി കിടപ്പാവും. കാരണം എന്നറിയാമോ? അന്ന് എന്തെങ്കിലും കുന്ത്രാണ്ട് ഒപ്പിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും കുസൃതി ഒപ്പിച്ചിട്ടുണ്ടാവും. അവർക്കറിയാം അപ്പം വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് വിടത്തില്ല. അമ്മ പറഞ്ഞു കൊടുത്ത അടി ഷൂറാ. അതിനെന്ത് പറയും? അന്ന് സന്ധ്യ ആകുമ്പോൾ പറയാം, മമ്മി ചോറ് വിശക്കുന്നു. ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ഗോഡ്, അടുത്ത പരിപാടി പുള്ളി കിടക്കും. ഉറങ്ങുകയൊന്നുമല്ല, കണ്ണുടച്ച് ഇങ്ങനെ കൂർക്കം പിടിച്ച് കാണിക്കുക. ഉറക്കടൊന്നുമല്ല. അവനെ എത്ര വിളിച്ചാലും എഴുന്നേക്കത്തുമില്ല. കാരണം എന്നറിയാമോ? അവനറിയാം എഴുന്നേറ്റ പ്രശ്നമാണ്. അന്ന് ഭയങ്കര ഉറക്കമായിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം വന്ന് ചോദിക്കും, എന്ത് പറ്റി മോനെ, എന്താ നീ നേരത്തെ കിടന്ന് ചോദിക്കും. പറയും, അവനെൻ്റെ വൈകുന്നേരം എനിക്കെന്താ കൊച്ചിനായിട്ട് സുഖമില്ലെന്ന് തോന്നുന്നു, വൈകുന്നേരം തന്നെ കഞ്ഞി മേടിച്ച് കുടിച്ച് ചോറ് മേടിച്ച് ഭക്ഷണം മേടിച്ച് കഴിച്ച് കയറി കിടന്നതാ പാവം. പ്രൈസ് ഗോഡ്. അവനിതെല്ലാം കേൾക്കുന്നുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, ഞാൻ ചുമ്മാ പറയല്ല. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തോടുള്ള നമ്മുടെ അപ്രോച്ച്, ദൈവത്തോടുള്ള നമ്മുടെ സമീപനം തകർക്കുന്നതാണ് പാപം. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ ഒരു റിക്വസ്റ്റ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ദൈവമായിട്ടുള്ള ബന്ധം തകരുന്ന ഒരു പരിപാടിയോട്ട് ഏട്ടപ്പെടല്ലേ. നിങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം എന്നറിയാമോ? എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒരു വരി പാട്ട് എൻ്റെ കൂടെ ചേർന്ന് ഉറപ്പോടെ പാടാമോ? ഉറപ്പായിരിക്കും കേട്ടോ. യേശു എൻ്റെ കൂടെയുണ്ട്, ആനന്ദമാനന്ദമേ. യേശു എൻ്റെ കൂടെയുണ്ട്, ആനന്ദമാനന്ദമേ. യേശു എൻ്റെ കൂടെയുണ്ട്, ആനന്ദമാനന്ദമേ. യേശു എൻ്റെ കൂടെയുണ്ട്, ആനന്ദമാനന്ദമേ. യേശു എൻ്റെ മുന്നിലുണ്ട്, ആനന്ദമാനന്ദമേ. യേശു എൻ്റെ പിന്നിലുണ്ട്, ആനന്ദമാനന്ദമേ. യേശു എൻ്റെ കൂടെയുണ്ട്, ആനന്ദമാനന്ദമേ. യേശു എൻ്റെ ചുറ്റുമുണ്ട്, ആനന്ദമാനന്ദമേ. ഹല്ലേലൂയ. യേശു കൂടെ ഉണ്ടെങ്കിൽ പാപമില്ലാത്തടത്തോളം കാലം വലിയ ആനന്ദമായിരിക്കും. പാപം ചെയ്ത ശേഷം യേശു ഇറങ്ങി വന്ന ഓടി തുരപ്പു. ഇന്ന് യേശുവിൻ്റെ സന്നിധാനത്തിൽ എനിക്ക് ചേർന്ന് നിൽക്കാൻ, അവൻ്റെ മാറോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ്റെ ചൂട് അനുഭവിപ്പാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് ഒട്ടും ഭയമില്ലെന്നുള്ള അനുഭവമുള്ളവർ മാത്രം കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിങ്ങളുടെ കോൺഫിഡൻസ് കളയുന്ന ഏത് വിഷയമായാലും ഒരു തീരുമാനമെടുക്കുക. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവിനോട് വ്യക്തമായി സംസാരിക്കുന്നു. നിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് അധികം പറ്റത്തില്ല കേട്ടോ. നിന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിനക്ക് മുന്നോട്ട് ഇനി അധികം നാൾ പോകാൻ പറ്റത്തില്ല. യേശുവുമായിട്ടുള്ള ബന്ധം തകർത്തുകൊണ്ട് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിശാച് നിന്നെ നോട്ടമിട്ട് കഴിഞ്ഞു. നിന്റെ ജീവിതത്തെ നോട്ടമിട്ട് കഴിഞ്ഞു. പിശാച് നോട്ടമിട്ട് കഴിഞ്ഞു. ദൈവവുമായി ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ പിശാച് നിന്നെ കൈകാര്യം ചെയ്യും. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കും. എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കും. ദൈവവചനം പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഇന്ന് രാത്രി ദൈവമായിട്ടുള്ളൊരു അഭേദ്യ ബന്ധത്തിലേക്ക്, ഒരു തികഞ്ഞ സ്നേഹത്തിലേക്ക് നാം വന്നേ പറ്റൂ. പ്രൈസ് ഗോഡ്. അതിന് തുടർന്ന് ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 1, ഭയപ്പെടേണ്ട. 2, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. 3, ഭ്രമിച്ചു നോക്കണ്ട.
എപ്പോഴാണ് ഭ്രമിച്ചു നോക്കുന്നത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അമ്പരക്കുന്ന അനുഭവം, പ്രതീക്ഷിക്കാത്ത അനുഭവം. രാത്രി ദൈവമക്കളെ, ഹല്ലേലൂയ, നിന്നെ ഭ്രമിപ്പിക്കാനുള്ള വ്യക്തികൾ നിന്റെ സമീപത്തുണ്ടെങ്കിലും നീ ഭ്രമിച്ചു പോകരുതെന്ന് യിരെമ്യാവിനോട് പറഞ്ഞു, എസെക്കിയേലിനോട് പറഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രൈസ് ഗോഡ്. സംഭവങ്ങൾ നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഭ്രമിക്കരുത്. കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ കലങ്ങിയിരിക്കുന്നെങ്കിൽ പ്രൈസ് ഗോഡ്, ദൈവസന്നിധി പറ, എൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. എൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ആ ഉറപ്പ്, ആമേൻ, പ്രൈസ് ഗോഡ്, ഇത് ജീവിതത്തിൽ പിന്നെയും ഉണ്ടാകട്ടെ. പ്രൈസ് ഗോഡ്. നാലാമത് പറയുന്നു, ഞാൻ നിന്റെ ദൈവമാകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം എൻ്റെ ദൈവമാണെന്ന്, ഈ ദൈവം എൻ്റെ ദൈവമാണെന്ന് കിട്ടുന്ന ഒരു ഉറപ്പ്, ഒരു ധൈര്യവുമുണ്ടല്ലോ, അതാണ് പാപം മൂലം നഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി ആമേൻ, എത്ര പേർക്ക് പറയാൻ സാധിക്കും, ഈ ദൈവം എൻ്റെ ദൈവമാണ്, ഈ ദൈവം എൻ്റെ ദൈവമാണ്. ദൈവത്തിന് എന്തൊക്കെ കഴിയുന്നുവോ അതെല്ലാം അതുകൊണ്ട് എനിക്കും സാധിക്കുമെന്ന്. മനസ്സിലായോ? എൻ്റെ ദൈവത്തിന് ഒരു കുഞ്ഞിനോട് ചോദിച്ചു, എൻ്റെ ഡാഡിക്ക് എന്തൊക്കെ പറ്റുമോ അതെനിക്കും പറ്റും. എൻ്റെ ദൈവത്തിന് എന്തൊക്കെ സാധിക്കുമോ അതെല്ലാം എന്നെ കൊണ്ടും സാധിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നീ എൻ്റെ ദൈവമാണ്. പ്രൈസ് ഗോഡ്, ഞാൻ നിൻ്റെ ദൈവമാണ്. അടുത്തത്, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഇന്ന് രാത്രി നമ്മുടെ ബലഹീനതകളെ അറിയുന്ന ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും. പ്രൈസ് ഗോഡ്. പലപ്പോഴും ഹല്ലേലൂയ, നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റുന്നതിനേക്കാൾ നല്ലത് പ്രശ്നം അഭിമുഖീകരിക്കാനുള്ള ശക്തി കിട്ടുന്നതല്ലേ? എനിക്ക് തോന്നുന്നു അതാ നല്ലതെന്നാണ് തോന്നുന്നത്. പ്രൈസ് ഗോഡ്. നമ്മളൊരാൾക്ക് 500 രൂപ കൊടുക്കാണ്ടെന്ന് വിചാരിച്ചു. ആ മനുഷ്യൻ പറയുകയാണ്, തരണ്ട രൂപ, ആ കാശ് തരണ്ട. ഇത് സന്തോഷമല്ലേ? വേറൊരാൾക്ക് 5000 രൂപ കൊടുക്കാനുണ്ട്. അയാൾ പറയുക, താൻ 5000 തരണ്ട. പ്രൈസ് ഗോഡ്. മൂന്നാമതൊരാൾ 10000 ഞാൻ കൊടുക്കാനുണ്ട്. അയാൾ പറയും, എനിക്ക് 10000 തരണ്ട. പ്രൈസ് ഗോഡ്. എനിക്ക് സന്തോഷമാകും. പക്ഷേ എല്ലാവരും തരണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു സംശയം വരും, എടാ ഞാൻ ഇത്ര ദരിദ്രവാസിയായി പോയല്ലോ. സാധാരണഗതിക്ക് ഞാൻ കൊടുക്കാനുള്ളവരെല്ലാവരും ചോദിക്കുന്നതിന് പകരം തരണ്ട. പിന്നെ അന്വേഷിക്കാൻ മനസ്സിലാകും, പാവം അയാൾ ഗരികെട്ട് നടക്കുക. ഇനി ഈ 500 കൊണ്ട് പോട്ടെ, മറ്റേ 5000 കൊണ്ട് പോട്ടെ, 10000 കൊണ്ട് പോട്ടെ. ഇതാ പറയുന്നത്. അതിന് പകരം പ്രൈസ് ഗോഡ് 500 പിടിച്ചോ, 5000 പിടിച്ചോ, 10000 പിടിച്ചോ. അത് കൊടുക്കത്തക്കവണ്ണം നിൻ്റെ പോക്കറ്റിനെ ശക്തീകരിക്കുന്നൊരു ദൈവമുണ്ട്. അതല്ലേ ബെറ്റർ? ഇന്ന് രാത്രി ചിലതിനെ ഒഴിവാക്കുകയല്ല വേണ്ടത്, നീ അതിനെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. ചില വിഷയങ്ങൾ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയല്ല വേണ്ടത്, ചില വിഷയങ്ങളേക്ക് നീ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. ഇന്ന് രാത്രി എത്ര പേർക്ക് ധൈര്യമുണ്ട്, എൻ്റെ ദൈവം എന്നെ ശക്തീകരിച്ചാൽ ഞാനിത് കൈകാര്യം ചെയ്തിരിക്കും? ഇന്ന് രാത്രി ഭയപ്പെട്ട് വന്നിരിക്കുന്ന ജീവിതത്തിന് ഒരു വിഷയം ഇതാണ്. പ്രൈസ് ഗോഡ്. എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, നിന്നെക്കൊണ്ട് സാധിക്കത്തില്ല, പിശാച് നിന്നെക്കൊണ്ട് സാധിക്കത്തില്ലെന്ന് പറയുമ്പോൾ ഇന്ന് രാത്രി ദൈവസന്നിധി പറയാമോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവനാകുന്നു. നീ പിശാചിനോട് പറ, പിശാച് നീ പറഞ്ഞത് ശരിയാ, എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, പക്ഷെ സാധിക്കുന്ന ഒരുവനെ എനിക്കറിയാം, അവൻ എന്നെ ശക്തീകരിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നെ ശക്തീകരിക്കാൻ പോകുന്നത് കൊണ്ട് ഞാൻ സകലത്തിന് മതിയായവനാകുന്നു. ഇന്ന് രാത്രി സകലത്തിനല്ല, സകലത്തിനും ദൈവം നിന്നെ ശക്തീകരിക്കുമ്പോൾ നിന്റെ വിഷയങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യത്തക്കവണ്ണം നീ മതിയായവനാണ്. ദൈവം ശക്തീകരിച്ച അനുഭവമുള്ളവരുണ്ടെങ്കിൽ കരമിടിച്ച് ആരാധിക്ക്. കഴിഞ്ഞ നാളുകളിൽ നിന്നെക്കൊണ്ട് സാധിക്കാതെ വന്ന വിഷയങ്ങൾ, നിന്നെക്കൊണ്ട് കഴിയാതെ വന്ന വിഷയങ്ങൾ ദൈവം ശക്തീകരിച്ചിട്ട് ഹല്ലേലൂയ സാധ്യമായി തീർന്നെങ്കിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഈ അനുഭവമുള്ള പലരുടെ ഇരിപ്പുണ്ട്. ഞാൻ പറയുമ്പോൾ മനസ്സിലാകും. ചിലപ്പോൾ ഒരു അനുഭവം, വീട് പണിയുന്ന സമയത്ത്
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വീട് പണി തീർന്ന് അത് അവസാനമാകുമ്പോൾ ആദ്യത്തെ പകുതി വരെ വലിയ സന്തോഷമാണ്, ഇങ്ങ് പൊങ്ങി വരുന്ന വലിയ സന്തോഷമാണ്. അത് കഴിഞ്ഞ് പിന്നെ കാശ് പോയി ഒന്നും കാണാനില്ല. പ്രൈസ് ഗോഡ്. ഒടുക്കം ഒരു കണക്കിന് തട്ടിമുട്ടി തീർത്ത് ഹല്ലേലൂയ എല്ലാവർക്കും, വീട്ടുകാർക്കും പ്രൈസ് ഗോഡ്, നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ പൊറോട്ട ഇറച്ചിയൊക്കെ കൊടുത്ത്, പണിക്കാർക്ക് വേണ്ട കോടിയും അടിയും എല്ലാം കൊടുത്ത് അവരെ എല്ലാം വിട്ട് കഴിഞ്ഞ ശേഷം പേഴ്സിനകത്ത് 1 രൂപ ബാക്കി വന്നാൽ പോരെ, 1 രൂപ ബാക്കി വന്നാൽ പോരെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ എന്തെന്ന് അറിയാമോ, ഇതൊന്നും നടക്കുമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ഇപ്പം എല്ലാം നടന്ന് മിച്ചവും വന്നല്ലേ. ഇന്ന് രാത്രി ഇതുപോലെ നടത്താൻ കഴിവുള്ളൊരു ദൈവമുണ്ടെന്ന് എത്ര പേർക്കറിയാം? ആമേൻ. സാധിക്കത്തില്ല എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഇന്ന് രാത്രി എൻ്റെ ദൈവം മിച്ചം വരുത്തുമെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ചുമ്മാതാണ് ഈ അപ്പോസ്തലന്മാർ സന്തോഷിച്ച ദൈവസന്നിധിയിൽ. കാരണം ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവരന്ന് സന്ധ്യയായപ്പോൾ പറഞ്ഞത് കർത്താവിനോട് ഇങ്ങനെയാണ്: കർത്താവ്, നേരം വൈകി, ഇത്രയും വലിയ ജനക്കൂട്ടമുണ്ട്, ഇവർക്കെല്ലാം ആഹാരം കൊടുത്തില്ലെങ്കിൽ ഇവർ വഴിയിൽ വെച്ച് തളർന്നു പോകും, അതുകൊണ്ട് എന്ത് ചെയ്യും? ആകപ്പാടെ അപ്പോഴത്തേക്കും കണക്ക് എനിക്കൊന്ന് യൂദായായിരിക്കും. യൂദയുടെ പേഴ്സിനകത്ത് 200 പണമുണ്ട്. യൂദാ വന്ന് പറഞ്ഞു, ഇവർക്ക് എല്ലാവർക്കും അല്പാൽപ്പം കൊടുക്കേണ്ടത് 200 പണത്തിനപ്പം 200 പണം ഉണ്ടെന്ന് പറഞ്ഞു കാണും. ഫിലിപ്പോസ് വന്നിട്ട് പറഞ്ഞു, 200 പണത്തിനപ്പം മതിയാകത്തില്ല. പ്രൈസ് ഗോഡ്. അന്ത്രയോസ് അത് കേട്ടു. അന്ത്രയോസ് ഓടി വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഒരു ബാലകൻ്റെ പക്കൽ 5 അപ്പവും 2 മീനുമുണ്ട്, പക്ഷെ അത് എന്തോ ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നിനക്ക് വിചാരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 2 കാഴ്ചപ്പാടാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 6-ാം അധ്യായം ഒന്ന് വായിച്ച്. ഫിലിപ്പോസ് എന്നാ പറഞ്ഞേ? 7-8 വാക്യങ്ങൾ. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തന് അല്പമല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകയില്ല എന്നുത്തരം പറഞ്ഞു. ഓരോരുത്തന് അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 200 പണത്തിനപ്പം മതിയാകയില്ല. ഞാൻ വിചാരിക്കുന്നു യുദാച്ചായ കണക്കെത്രയുണ്ട്, കാശെത്ര ബാക്കിയുണ്ട്? 200 പണം. പ്രൈസ് കണക്കൂട്ടി ആളുകൾ എണ്ണി നോക്കി 5000 പുരുഷന്മാരുണ്ട്, ബാക്കി സ്ത്രീകൾ എല്ലാം കൂടെ 10, 15,000, 20,000 ആളുണ്ട്. ഈ 200 പണം കൊണ്ട് അപ്പം മേടിച്ചു കൊണ്ടുവന്ന തിരുവത്താഴം നടത്ത് ഹോളി കമ്മ്യൂണിയൻ, അല്ലാണ്ട് വേറെ ഒന്നും നടക്കത്തില്ല, ആർക്കും വിശപ്പ് മാറത്തില്ല. എന്ത് ചെയ്യും? പ്രൈസ് ഗോഡ്. മതിയാകത്തില്ല. കൺഫേം ചെയ്ത് പറഞ്ഞു, കർത്താവേ 200 പണമുണ്ട്, അതുകൊണ്ട് അപ്പം മേടിച്ചാൽ തിന്നാൻ മതിയാകത്തില്ല, ഇവരെ പിരിച്ചുവിടുക നല്ലത്. പക്ഷെ അന്ത്രയോസ് പറഞ്ഞതെന്നറിയാമോ? ശിഷ്യന്മാരിൽ ഒരുത്തനായി ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. അതാണ് ഓപ്പറേഷൻ ആൻഡ്രൂ. അന്ത്രയോസ് പറയുകയാണ്, പ്രൈസ് ഗോഡ്, ഇവിടെ ഒരു ബാലകനുണ്ട്. എന്നിട്ട് വായിച്ച വാക്യം സംശയം. ഇവിടെ ഒരു ബാലകനുണ്ട്. ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് 2 കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണ്. ഫിലിപ്പോസ് പറഞ്ഞു ഇല്ല, അന്ത്രയോസ് പറഞ്ഞു ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പണ്ട് ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞു തോന്നുന്നു, ഒരു ഭാര്യയും ഭർത്താവും കൂടെ വലിയ മുട്ടം വഴക്കാണ്, എന്നും വഴക്കാണ്. കാരണം ഭർത്താവ് ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഭാര്യ പറയും, ഇവിടെ അരിയില്ല, പഞ്ചസാരയില്ല, ഉപ്പില്ല, വെളിച്ചെണ്ണയില്ല, മുളകില്ല, കറിക്കില്ല, എല്ലാം പറയും. പിന്നെ ഭർത്താവ് പറഞ്ഞു, നിന്റെ ഇല്ലാപറച്ചിൽ എന്ന് തീരുന്നോ അന്നേ ഇവിടെ ഗുണം പിടിക്കത്തുള്ളൂ. ഭാര്യ പറഞ്ഞു, അത്രേ ഉള്ളൂ, ശരി ഇനി തൊട്ട് ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്നപ്പോൾ പറഞ്ഞു, ഇവിടെ അരിയില്ലായ്മ ഉണ്ട്, തുണിയില്ലായ്മ ഉണ്ട്, പഞ്ചസാര ഇല്ലായ്മ ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. അങ്ങനത്തെ ഒരു ഒടുക്കുവിദ്യയൊന്നുമല്ല, കർത്താവിൻ്റെ വിദ്യ. അന്ത്രയോസ് പറഞ്ഞു, ഇവിടെ 5 അപ്പവും 2 മീനും ഉണ്ട്. അടുത്ത വാക്ക്, അത് ഇങ്ങോട്ട് കൊണ്ടുവരുവീൻ. പ്രൈസ് ഗോഡ്. അതങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തു, വാഴ്ത്തി നുറുക്കി അനുഗ്രഹിച്ച് അങ്ങ് കയ്യിലോട്ട് കൊടുത്തു. പ്രൈസ്. എന്താ സംഭവിച്ചതെന്ന് ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായില്ല. 12 എണ്ണത്തിൻ്റെയും കൊട്ടയിൽ 12 കൊട്ടയിൽ നിറച്ച് അപ്പമുണ്ട്. എല്ലാവർക്കും വിളമ്പി കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ നോക്കുമ്പോൾ കൊട്ട കുറയുന്നില്ല. വിളമ്പി കൊടുത്തു, തിന്നു, തൃപ്തരായി. ആദ്യത്തെ പന്തി ഇരുന്നു, അവർ എഴുന്നേറ്റ് പോയി. രണ്ടാമത്തെ പന്തി ഇരുന്നു, അവരും വയറ് നിറച്ച് എഴുന്നേറ്റ് പോയി. മൂന്നാമത്തെ പന്തി ഇരുന്നു, അവരും വയറ് നിറച്ച് എഴുന്നേറ്റ് പോയി. പിന്നെ നോക്കിയിട്ടും കൊട്ടയ്ക്കകത്ത് അത്രയും തന്നെ ബാക്കിയുണ്ട്. ഇതുപോലെ അത്ഭുതം ചെന്നൊരു ദൈവമുണ്ട് നിന്ന് രാത്രി വിശ്വസിക്കാൻ സാധിക്കുന്നെങ്കിൽ നിനക്ക് ഓരോ കൊട്ട നിറച്ചെടുക്കത്തക്കവണ്ണം നിന്റെ 12 ശിഷ്യന്മാർക്കും വീട്ടിൽ കൊണ്ടുപോകത്തക്കവണ്ണം 12 കൊട്ട നിറച്ചു കൊടുത്ത സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യം ഇന്ന് ചലിക്കാൻ ആരംഭിച്ചാൽ നിന്റെ ശൂന്യതയുടെ മുമ്പിൽ ഇല്ല 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 എന്ന് പറഞ്ഞ വിഷയങ്ങളുടെ പുറത്ത് ഒരു നിറവിന്റെ അനുഭവം തരുവാൻ യേശു മതിയായവനാണ്. യേശുവിന്റെ നാമത്തിൽ ഈ 2013 ആദ്യ മാസത്തെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ്, ഈ 2ാമത്തെ ചൊവ്വാഴ്ച തന്നെ ഇല്ല 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 എന്ന് പറഞ്ഞ് ശൂന്യതയിട്ടുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഒരു നിറവയക്കുവാൻ, ഒരു നിറവിന്റെ അനുഭവം അയക്കുവാൻ ഇന്ന് രാത്രി ഈ വചനം അതിവേഗം ഓടട്ടെ.
ജീസസ് ജീസസ് ജീസസ്. ഇന്ന് രാത്രി ഒരു നിറവിന്റെ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്ക്. നീ തൊടുന്ന വിഷയങ്ങളിൽ, നീ ചെല്ലുന്ന വിഷയങ്ങളിൽ, നീ പ്രവർത്തിക്കുന്ന വിഷയങ്ങളിൽ അല്പമേ ഉള്ളെങ്കിലും അതിന്മേൽ യേശുവിന്റെ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. സെരാപ്തയുടെ വിധവയുടെ വീട്ടിൽ കലത്തിന്റെ മൂട്ടിൽ അല്പം മാവും ഭരണിയിൽ അല്പം എണ്ണയും മാത്രമേ ഉള്ളുവെങ്കിലും ദൈവകൃപ അതിന്മേൽ വ്യാപരിച്ചാൽ 3 വർഷവും 6 മാസവും അവളും അവളുടെ മകനും അവളുടെ ബന്ധുക്കളും മിത്രാദികളും ചർച്ചക്കാരും എല്ലാവരും ഒരുമിച്ച് സന്തോഷിച്ച് തിന്ന് മരണത്തെ അതിജീവിച്ചതുപോലെ ഇന്ന് രാത്രി നിന്റെ അല്പത്തിന്മേൽ സെരാപ്തയിലെ വിധവയുടെ വീട്ടിൽ വ്യാപരിച്ച ശക്തി വ്യാപരിക്കുവാൻ എൻ്റെ ദൈവമേ സഹായിക്കണമേ, എൻ്റെ ദൈവമേ സഹായിക്കണമേ. ഇന്ന് രാത്രി നിന്റെ അല്പം കണ്ട് വിഷമിക്കല്ലേ, ഇല്ലായ്മ കണ്ട് വിഷമിക്കല്ലേ. ഇതിന്മേൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഉണ്ട്. ജീസസ്. ഇന്ന് രാത്രി കണക്കൊക്കെ നോക്കിയിട്ട് ഗതികേട് ആണെന്ന് വിചാരിച്ച് ഈ വർഷത്തിൻ്റെ തുടക്കം തന്നെ ചില കണക്ക് നോക്കിയിട്ട് ഗതികേടാണല്ലോ കർത്താവേ, ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ഈ വർഷം കഴിച്ചു കൂട്ടും എന്ന് ചിന്തിച്ച് വന്നിരിക്കുന്ന ചിലരുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മാത്രമല്ല 2-3 മാസങ്ങൾക്കകം പ്രത്യേക ചില ചെലവുകളും കൂടെ വരുന്നു. ഞാനിത് എങ്ങനെ നീട്ടും, ഇതെങ്ങനെ നേരിടുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കാനല്ല ദൈവം നിന്നിവിടെ വിളിച്ചുകൊണ്ട് വന്നത്. എൻ്റെ ദൈവം നോക്കിക്കൊള്ളുന്നു പറയാൻ എത്ര പേർക്ക് സാധിക്കും? ആമേൻ. തീയുമുണ്ട്, വിറകുമുണ്ട് അപ്പാ, എന്നാൽ ആ ഹോമയാഗത്തിലുള്ള ആട്ടിൻകുട്ടി എവിടെയെന്ന് ചോദിച്ച ചോദ്യത്തിന്റെ മുമ്പിൽ അബ്രഹാമിന് ഒരു മറുപടിയേ ഉള്ളൂ, മകനെ യഹോവ കരുതിക്കൊള്ളും. ഇന്ന് രാത്രി നിന്നോട് പറയാൻ ദൈവവചനത്തിൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, നിന്റെ ദൈവം കരുതിക്കൊള്ളും. എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും, എങ്ങനെ ചില ബില്ലുകൾ അടയ്ക്കും, എങ്ങനെ ചില പ്രവൃത്തികൾ മുന്നോട്ട് കൊണ്ടുപോകും, എങ്ങനെ ചില കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകും, അടുത്ത 2-3 മാസങ്ങൾ എങ്ങനെ തള്ളി നീക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ യഹോവ കരുതിക്കൊള്ളുമെന്ന ആ ഒരൊറ്റ മറുപടി ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ സാധിക്കുന്നെങ്കിൽ അത്ഭുതത്തിന്റെ വഴികൾ നിനക്ക് വേണ്ടി തുറക്കുന്നത് അവൻ പിൻപുറത്ത് കോലാട്ടുകൊത്തൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടതുപോലെ. ജീസസ് 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 ജീസസ്. ഇന്ന് രാത്രി ചില കാഴ്ചകൾ കാണട്ടെ, ചില കാഴ്ചകൾ കാണട്ടെ, ചില വെളിപ്പാടുകൾ വരട്ടെ, ചില ദർശനങ്ങൾ വരട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വല്ലതും ഉണ്ടായിരുന്നു അബ്രഹാമേ? ഒന്നും ഉണ്ടായില്ല. എന്തുണ്ട്? തീയുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നിനക്ക് കാണാൻ സാധിച്ചോ പ്രൈസ് ഗോഡ് ഒരു യാഗമൃഗം ദൈവം ഒരുക്കിയിട്ടുണ്ടോന്ന്? ഇല്ല, ഇല്ല. അധികാലത്തെ അബ്രഹാം എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരെയും കൂട്ടി ഇസഹാക്കിനെയും എടുത്ത് വിറക് കീറി ചുമലിലടിച്ചുകൊണ്ട് പുറപ്പെട്ടു. പ്രൈസ് ഗോഡ്. ദൂരമേ നിന്ന് മോരിയാമല കണ്ടു 3-ാം ദിവസം. അന്നും അറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മോരിയാമല ചവിട്ടി ചവിട്ടി കയറുമ്പോൾ ഒരു കയ്യിൽ തീയും വിറകും, ഒരു കയ്യിൽ തീയും കത്തിയും, മകൻ്റെ ചോട്ടിൽ തോളിൽ വിറക്, ഇതുമായി ഇസഹാക്കും അബ്രഹാമും കൂടെ നടന്നു പോകുമ്പോൾ അപ്പോഴും കണ്ടിട്ടില്ല ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് ചോദിച്ചു, അപ്പ തീയുമുണ്ട്, വിറകുമുണ്ട്, ഹോമയാഗത്തുള്ള മൃഗം എവിടെ? അപ്പോഴും അറിയത്തില്ല ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നല്ലേ. 3 ദിവസം മുമ്പ് അറിഞ്ഞില്ല ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന്. വഴിയിൽ വെച്ച് അറിഞ്ഞില്ല ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന്. മോരിയാമല കണ്ടപ്പോൾ അറിഞ്ഞില്ല അതിൻ്റെ പുറത്ത് ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന്. അവൻ നടന്ന് കയറുമ്പോൾ അറിഞ്ഞില്ല മുകളിൽ ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടോ നീ കണ്ടിട്ടില്ല, പക്ഷെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവം ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസം കണ്ടുകൊണ്ട് പറ. അവൻ ഇസഹാക്കിനോട് ഇസഹാക്ക് ചോദിച്ചു, അപ്പ തീയുമുണ്ട്, വിറകുമുണ്ട്, ഹോമയാഗത്തുള്ള ആട്ടിൻകുട്ടി എവിടെ? ശക്തിയോടെ ശക്തിയോടെ ഉറപ്പോടെ പറ, ദൈവം കരുതിക്കൊള്ളും മകനെ, ദൈവം കരുതിക്കൊള്ളും മകനെ, ദൈവം കരുതിക്കൊള്ളും മകനെ. നിനക്ക് വേണ്ടി ദൈവം കരുതിക്കൊള്ളുമെന്ന് പറയത്തക്കവണ്ണം let the faith manifest tonight. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു വിശ്വാസം വ്യാപരിക്കട്ടെ. ദൈവം ഒരുക്കിയത് കാണുവാൻ, ദൈവം ഒരുക്കിയത് കാണുവാൻ.
ഇന്ന് രാത്രി ഭയം മാറട്ടെ, ഭീതി മാറട്ടെ, ഒരുക്കട്ടെ, ആരാധിക്കാം, ആരാധിക്കാം. ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മ വ്യക്തമായി സംസാരിക്കുന്നു. നിന്റെ ദൈവം ഒരുക്കി കഴിഞ്ഞു. നീ കണ്ണുകൊണ്ട് കാണുന്നില്ല, നീ കണ്ണുകൊണ്ട് കാണുന്നില്ല. നീ ചെല്ലുന്നതിന് മുൻപ്, നീ എത്തുന്നതിന് മുമ്പ് ഒരു കോലാട്ടുകൊറ്റനെ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കത്തക്കവണ്ണം ജീസസ് ദൈവം ഒരുക്കി, ദൈവം ഒരുക്കി, ദൈവം ഒരുക്കി. ഇന്ന് രാത്രി വിശ്വാസം കണ്ടുകൊണ്ട് ആരാധിക്കുക. ദൈവം ഒരുക്കി കഴിഞ്ഞു, ദൈവം ഒരുക്കി കഴിഞ്ഞു. ഈ ഹല്ലേലൂയ, ഈ ജനുവരി മാസത്തെ 2ാം ചൊവ്വാഴ്ച ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, ദൈവം ഒരുക്കി കഴിഞ്ഞു. നിനക്ക് കാണാൻ സാധിക്കുന്നില്ല, നിനക്ക് കാണാൻ സാധിക്കുന്നില്ല, നിനക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ വിശ്വാസം കണ്ടുകൊണ്ട് കാണുക. നീ ഇന്ന് കാണുന്നതല്ല, നിന്റെ കണ്ണോട് ഇപ്പോൾ കാണുന്നതല്ല. സത്യമതല്ല, യാഥാർത്ഥ്യമതല്ല, അത് സത്യമല്ല. നീ ചിന്തിക്കുന്നത് സത്യമല്ല, അത് നടക്കത്തില്ല. നിന്റെ മകൻ ഇസഹാക്ക് ചാരമാകത്തില്ല, ഇസഹാക്ക് ചാരമാകത്തില്ല. ഇസഹാക്കിന് വേണ്ടി ഒരുക്കിയ ദൈവമുണ്ട്. അബ്രഹാമിന്റെ ബുദ്ധിയിൽ കൂടെ കടന്നു പോകുന്നത്, ഹല്ലേലൂയ, യാഗപീഠത്തിൽ കിടന്ന് പിടയ്ക്കുന്ന, യാഗപീഠത്തിൽ കിടന്ന് കത്തിച്ചാമ്പലാകുന്ന ഒരു ഇസഹാക്കിൻ്റെ ചിത്രമാണ് അബ്രഹാമിൻ്റെ ബുദ്ധിയിൽ ഉദിക്കുന്നത്. എന്നാൽ അബ്രഹാമിൻ്റെ വിശ്വാസ കണ്ണുകൊണ്ട് കാണുന്നത് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ആട്ടിൻകുട്ടി. മോരിയാമലയിൽ കൊമ്പ് പിടിപെട്ട് ഇസഹാക്ക് എത്തുന്നതിന് മുമ്പ് അബ്രഹാം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ, അതിൻ്റെ തലേ ദിവസം തന്നെയെങ്കിലും ആ ആട്ടിൻകുട്ടിയെ അവിടെ ദൈവം പിടിച്ചിട്ട് കാണും. ആ കോലാട്ടുകൊറ്റനെ അവിടെ പിടിച്ചിട്ട് കാണും. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇസഹാക്ക് എത്തുന്നതിന് മുമ്പ്, അബ്രഹാം എത്തുന്നതിന് മുമ്പ്, ഇസഹാക്കിനെ അർപ്പിക്കുന്നതിന് മുമ്പ്, ഇസഹാക്കിനെ ചാരമാക്കി മാറ്റാതിരിക്കാൻ ഒരുക്കിയ ദൈവത്തെ ഇന്ന് രാത്രി ഞാൻ കണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ, അടിയനിതാ അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ അടിയനിതാ. നീ എൻ്റെ സങ്കേതം, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം, നീ എൻ്റെ സങ്കേതം, നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ,
അടിയനിതാ ദേവാ, അടിയനിതാ. ഇതിനകത്തിന് സമർപ്പിക്കാം. ഇതിനകത്തൊരു പൂർണ്ണ സമർപ്പണം. നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിനും തോന്നിയിട്ടില്ല. എന്നാൽ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മ പിന്നെയും ശക്തിയോടെ സംസാരിക്കുന്നു. ദൈവം ഒരുക്കി കഴിഞ്ഞു. ദൈവം ഒരുക്കി കഴിഞ്ഞു. ദൈവം ഒരുക്കി കഴിഞ്ഞു. By faith, let us celebrate it. Let us celebrate by faith. വിശ്വാസത്താൽ ഘോഷിക്കാം, ഘോഷിക്കാം, ഘോഷിക്കാം. കർത്താവിൻ ജയത്തെ ഘോഷിപ്പീൻ, ഘോഷിപ്പീൻ, ഘോഷിപ്പീൻ. കർത്താവിൻ ജയത്തെ ഘോഷിപ്പീൻ, ഘോഷിപ്പീൻ. കർത്താവിൻ ജയത്തെ ഘോഷിപ്പീൻ, ഘോഷിപ്പീൻ, ഘോഷിപ്പീൻ. കർത്താവിൻ ജയത്തെ ഘോഷിപ്പീൻ. വീണ്ടും താൻ വലിയവ ചെയ്തല്ലോ, വീണ്ടും താൻ വലിയവ ചെയ്തല്ലോ, വീണ്ടും താൻ വലിയവ ചെയ്തല്ലോ. കർത്താവിൻ ജയത്തെ ഘോഷിപ്പീൻ, ഘോഷിപ്പീൻ, ഘോഷിപ്പീൻ. കർത്താവിൻ ജയത്തെ ഘോഷിപ്പീൻ, ഘോഷിപ്പീൻ, ഘോഷിപ്പീൻ. കർത്താവിൻ ജയത്തെ ഘോഷിപ്പീൻ. വീണ്ടും താൻ വലിയവ ചെയ്തല്ലോ, വീണ്ടും താൻ വലിയവ ചെയ്തല്ലോ, വീണ്ടും താൻ വലിയവ ചെയ്തല്ലോ. കർത്താവിൻ ജയത്തെ ഘോഷിപ്പീൻ. Celebrate, celebrate, the victory of the Lord. Celebrate, celebrate, celebrate the victory of the Lord. Celebrate, oh celebrate, oh celebrate the victory of the Lord. Oh celebrate, oh celebrate, oh celebrate the victory of the Lord. He has done mighty things yet again. He has done mighty things yet again. He has done mighty things yet again. Celebrate the victory of the Lord. Celebrate the victory of the Lord. Celebrate the victory of the Lord. Celebrate, 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 hallelujah, celebrate, hallelujah, celebrate, hallelujah, celebrate, hallelujah, celebrate, hallelujah, celebrate, hallelujah. Jehovah Jireh, hallelujah, 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 Jehovah Shammah, 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 hallelujah, Jehovah Shalom, 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 hallelujah, Jehovah Nissi, 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 hallelujah, King of Kings, hallelujah, King of Kings, hallelujah, King of Kings, hallelujah, King of Kings, hallelujah, Lord of Lords, 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 hallelujah, Lion of Judah, 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 hallelujah, El Shaddai, hallelujah,
El Shaddai, Hallelujah. El Shaddai, Hallelujah. El Shaddai, Hallelujah. El Shaddai. Hallelujah. Praise God. ഇന്ന് രാത്രി നിന്റെ വിഷയത്തിൽ, നിന്റെ വിജയത്തിന്റെ വിഷയത്തിന്മേൽ ജയം തരുവാൻ കഴിവുള്ളവൻ, കരുതുവാൻ കഴിവുള്ളവൻ, നിനക്കായി കരുതുവാൻ കഴിവുള്ളവൻ, അബ്രഹാമിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, നിന്റെ ദൈവം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കെട്ടുകൾ അഴിയട്ടെ, ഇന്ന് രാത്രി ബന്ധനങ്ങൾ അഴിയട്ടെ, ഇന്ന് രാത്രി ബന്ധനങ്ങൾ അഴിയട്ടെ, ഇന്ന് രാത്രി ബന്ധനങ്ങൾ അഴിയട്ടെ, ഇന്ന് രാത്രി ശത്രുവിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില ചങ്ങലകൾ പൊട്ടട്ടെ, ചില വഴികൾ തുറക്കട്ടെ, ചില വാതിലുകൾ തുറക്കട്ടെ. പ്രൈസ് ഗോഡ്. ആരാധിച്ചു കൊള്ളാം. സമയമുണ്ട്, സമയമില്ല. പ്രൈസ് ഗോഡ്. ഞാൻ നിന്നെ ശക്തീകരിക്കും. അടുത്തത്, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും. രാത്രി വേറെ ഒരുത്തിനെ സഹായം വേണ്ടെന്ന് പറയാൻ പറ്റൂ? എൻ്റെ ദൈവം എന്നെ സഹായിച്ചാൽ മതി എന്ന് പറയാൻ പറ്റൂ? മനുഷ്യപുത്രൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലെന്ന് പറയാൻ പറ്റൂ? പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലെന്ന് പറയാൻ പറ്റൂ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിക്കും, സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിക്കും. ഇതെങ്ങനെ നടക്കും, ഇതെങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കല്ലേ. സ്വർഗത്തിലെ ദൈവം നിന്നെ സഹായിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി ഞാൻ നിന്നെ സഹായിക്കും. ഏഴാമത്, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്നിട്ട് എങ്ങനെ അത് ചെയ്യുന്നതെന്നറിയാമോ? അടുത്ത രണ്ട് വാക്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. പെട്ടെന്ന് വായിച്ചിട്ട്. നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് നിന്നോട് കോപിച്ചിരിക്കുന്നവരെ കൈകാര്യം ചെയ്യും, അവൻ ലജ്ജിക്കും, അവൻ അമ്പരക്കും. ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി എത്ര ഒരു വിശ്വാസം കൊണ്ട് കാണുന്നു. നിന്നോട് കോപിച്ചിരിക്കുന്നവനെ കൈകാര്യം ചെയ്യും. ഒന്ന്. രണ്ട്, നിന്നോട് വിവാദിക്കുന്നവർ. രണ്ട്, നിന്നോട് വിവാദിക്കുന്നവരെ കൈകാര്യം ചെയ്യും. വല്ലവരും വാദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ? ഇന്ന് രാത്രി ദൈവം കൈകാര്യം ചെയ്യാൻ പോകുകയാണ്. മൂന്ന്, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും. നിന്നോട് പോരാടുന്നവർ വല്ലവരും ഉണ്ടോ? ഇന്ന് രാത്രി ഒന്ന് ആലോചിച്ച് നോക്കി. ഇടത്തോ വലത്തോ മുമ്പിലോ പുറകിലോ ഇവിടെയല്ല. പ്രൈസ് ഗോഡ്. നിന്റെ ആത്മീയ ജീവിതത്തിൽ, നിന്റെ ഭൗതിക ജീവിതത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ജോലിയിൽ നിന്നോട് പോരാടുന്ന വല്ലവരും ഉണ്ടോ? നിന്നെ ശക്തീകരിച്ച്, നിന്നെ സഹായിച്ച്, നിന്റെ കൂടെ നിന്ന്, നിന്നെ ഫാമിലി കർത്താവിന് വലങ്കൈ കൊണ്ട് താങ്ങി കഴിയുമ്പോൾ നീ അവനെ അന്വേഷിക്കും, കാണത്തില്ല. ഒടുവിൽ, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിത്വവും ഇല്ലായ്മയും പോലെയാകും. നാല്, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ. നാല് കൂട്ടര്. ഒന്നാമരാരാ? നിന്നോട് കോപിച്ചിരിക്കുന്നവർ. രണ്ട്, വിവാദിക്കുന്നവർ. നിന്നോട് വിവാദിക്കുന്നവർ. മൂന്ന്, പോരാടുന്നവർ. നാല്, യുദ്ധം ചെയ്യുന്നവർ. പോരെ? ഇത്രയും പേരെ കൈകാര്യം ചെയ്താൽ മതി എന്ന് എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കും? എന്നാ ദൈവം അത് ചെയ്യും. നിന്റെ ദൈവം അത് ചെയ്യും. നിന്റെ ദൈവം അത് ചെയ്യും. അടുത്ത വാക്യം, കുറുവാക്യം വായിച്ച് അവസാനിപ്പിക്കാം. 13-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ചു നിന്നോട്, നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നു. ഇന്ന് രാത്രി ഭയം പോയോ? എത്ര പേരുടെ ഭയം പോയി? ദൈവം എന്നെ സഹായിക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അങ്ങനെയാണെങ്കിൽ കോപിക്കുന്നവർ കാണത്തില്ല, പോരാടുന്നവർ കാണത്തില്ല, യുദ്ധം ചെയ്യുന്നവർ കാണത്തില്ല, വിവാദിക്കുന്നവർ കാണത്തില്ല. സകല കാറ്റഗറിയെയും എൻ്റെ ദൈവം കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പോടുകൂടി കരമടിച്ചവനെ സ്തുതിച്ച് ആരാധിക്കാം. ഈ വചനങ്ങൾ ആ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.